ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ സുഖം ഇതാണ്. എൻ്റെ സർജറി കഴിഞ്ഞു. സർജറി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി, ഡിസ്ചാർജായി. 8 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു. ശരിക്കും 4 ദിവസത്തിൽ സർജറി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഷുഗറിൻ്റെ ലെവൽ കൂടി വരികയായിരുന്നു. ഷുഗറും കൺട്രോളല്ല. പിന്നെ എൻ്റെ പെയിന് അതിശക്തിയായ പെയിനായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ സർജറി കഴിഞ്ഞിട്ടുണ്ട്, കുറേ വേദനകളും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു വേദന ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. സത്യമായിട്ടും അത്രയ്ക്ക് ഞാൻ മതിയായി. സർജറി കഴിഞ്ഞിട്ട് ഞാൻ വേണ്ടിയിരുന്നില്ല എന്നായി, സർജറി ചെയ്യേണ്ടിയിരുന്നില്ല എന്ന അവസ്ഥയിൽ പോലും എത്തി. എന്തെങ്കിലും ഒരു മരുന്ന് തന്നിട്ട് എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിച്ചു ഞാൻ. അത്രയ്ക്ക് പെയിനായിരുന്നു എനിക്ക്, സഹിക്കാൻ പറ്റാത്ത പെയിനായിരുന്നു. 8ൻ്റെ അന്നാണ് ഡിസ്ചാർജ് ആക്കിയത്. പക്ഷേ ഡിസ്ചാർജ് ആക്കണ അന്നും ഞാൻ അതിശക്തിയായ പെയിനായിരുന്നു. ആ പെയിനോടെ തന്നെ ഡിസ്ചാർജ് ആക്കി. ഇനിയും കടന്നാൽ പിന്നെ വീണ്ടും ഒരുപാട് ദിവസം കടക്കേണ്ടി വരും. നമ്മൾ കടക്കും തോറും മീറ്റർ ചാർജ് കൂടുന്നത് പോലെ ഹോസ്പിറ്റലത്തെ ബില്ലും കൂടി വരും. പിന്നെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. പെയിനിനുള്ള മരുന്നും പിന്നെ ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഷുഗറിന്. ഇപ്പോൾ ഡിസ്ചാർജായിട്ട് ഒരാഴ്ചയായി. നടക്കാനൊന്നും വയ്യ. നടക്കുമ്പോൾ എനിക്ക് ഡോക്ടർ നടക്കാനാണ് പറയുന്നത്. നടന്നാലാണ് ഈ നട്ടെല്ല് റെഡിയാവുള്ളൂ. ഇപ്പോൾ എൻ്റെ കഴുത്ത് ഒരു ഭാഗം ചെരിഞ്ഞതുപോലെയാണ് ആയിട്ടുള്ളത്. അത് ശരിയാവണമെങ്കിൽ നടന്നിട്ടാണ് അത് കറക്റ്റാവുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ നടക്കുമ്പോൾ ഒറ്റയ്ക്ക് നടക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ വീഴാൻ പോകും. അങ്ങനെ എൻ്റെ ഒരു കാലങ്ങനെ ബലമില്ലാത്ത പോലെ ഞാൻ അങ്ങനെ താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇക്ക കൈ പിടിച്ചിട്ട് ഇടയ്ക്കൊന്ന് നടത്തിക്കും. രാവിലെയും വൈകിട്ടൊക്കെ ഇക്ക കൈ പിടിച്ച് നടത്തിക്കും. എൻ്റെ കൈ കൊണ്ട് എനിക്ക് പല്ല് തേക്കാൻ പോലും പറ്റുന്നില്ല. പല്ല് തേക്കണമെങ്കിൽ ഈ കൈ കൊണ്ടൊന്ന് താങ്ങി പിടിക്കണം. അതും ഇക്ക ചെയ്തു തരും. ചിലപ്പോൾ ഞാനൊന്നിങ്ങനെ ആക്കും. അധികം ഇക്കയാണ് ഒക്കെ ചെയ്തു തരുന്നത്. എന്താ പറയുക, വാരി കഴിക്കാനും വയ്യ, ഫുഡ് കഴിക്കാനും പറ്റണില്ല. എല്ലാത്തിനും ഒരാളുടെ സഹായമാണ് ഇപ്പോൾ വേണ്ടത്. ഫോണൊന്നും ഞാൻ യൂസ് ചെയ്യണില്ല. എൻ്റെ ഫോണിൽ വരുന്ന മെസ്സേജിനൊക്കെ എൻ്റെ മോളാണ് റിപ്ലൈ കൊടുക്കുന്നത്. കുറച്ച് കഴിച്ചാൽ ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. എനിക്ക് അത്രയ്ക്കും വയ്യാത്തത് കൊണ്ടാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കാരണമാണ് ഞാൻ ഇങ്ങനെയെങ്കിലും എത്തിയത്. എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സുകളുണ്ട്. എൻ്റെ ഫ്രണ്ട്സുകളും ഫാമിലിയും എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥനയാണ് അധികവും എന്നെ ഇങ്ങനെ എത്തിക്കണമെന്നാണ് എൻ്റെ വിശ്വാസം. അത്രയ്ക്ക് എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഉമ്മ എൻ്റെ അടുത്ത് വരും. രാവിലെ വന്ന് വൈകിട്ടാണ് പോവുക. ഞാനിപ്പോൾ ഇക്കാൻ്റെ അടുത്താണ്. എന്താ പറയുക, എല്ലാവരും പ്രാർത്ഥിക്കുക ഇനിയും. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു സന്തോഷമായ ഒരു വാർത്ത പറയാനുണ്ട്. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ത്യാഗം സഹിച്ചിട്ട് ഞാൻ ഇത്രയും വേദനൻ്റെ ഇടയിലും ഞാൻ വീഡിയോ എടുത്തിട്ടും പെയിന് സഹിച്ചിട്ടും എല്ലാം ചെയ്തിട്ട് എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസേഷനായി. ഇന്നലെയാണ് മോണിറ്റൈസേഷനായത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യണതിന്. പിന്നെ എല്ലാ സാഹചര്യത്തിലും ഉണ്ടാവുമല്ലോ കുറേ ആളുകൾ, തിരിഞ്ഞു നോക്കാത്ത കുറേ ആളുകൾ. നമ്മളെ ഏത് സാഹചര്യത്തിലും അതിന് നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന കുറച്ച് പേരുണ്ടാവുമല്ലോ. അത് പോട്ടെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും ഈ സാഹചര്യത്തിൽ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കണില്ല. എനിക്കൊന്ന് എണീച്ച് കിട്ടിയാൽ മതി, ഒറ്റക്കൊന്ന് നടന്ന് കിട്ടിയാൽ മതി എന്നുള്ളൊരാഗ്രഹമാണ്.
ഭയങ്കര പെയിനാണ്. ഇപ്പോൾ ഈ കൈ, ഈ ലെഫ്റ്റ് ഹാൻഡ് എനിക്ക് തൂക്കിയിടാൻ പറ്റണില്ല. അങ്ങനെ എന്തോ ഒരു ബലം, കനം വെച്ച പോലെ, കല്ല് പോലെ ആയിട്ടുണ്ട്. പിന്നെ കഴുത്ത് നല്ല കടച്ചിലുണ്ട്. ഇന്നലെ രാത്രി ഒന്നും ഞാൻ ഉറങ്ങിയിട്ട് തന്നെ ഇല്ല. കഴുത്ത് കടച്ചിൽ കാരണം ഉറക്കത്തിനുള്ള ഗുളികയുണ്ട്. അതുകൊണ്ട് കണ്ണ് പൊന്തണമില്ല. അപ്പോൾ കയ്യിലിടാൻ കവറ് തന്നിട്ടുണ്ട്. ആ കവർ ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കൈ ഇങ്ങനെ വെച്ച് പറഞ്ഞാൽ കുറച്ച് സപ്പോർട്ട് കിട്ടും പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴൊക്കെ അതാണ് യൂസ് ചെയ്യണത്. ബാത്റൂമിൽ പോകുമ്പോഴും കൂടി ഒരാൾ പിടിച്ച് കൊണ്ടുപോയി ഇരുത്തി എല്ലാം ചെയ്തു തരണം. ഇതുപോലത്തെ സാഹചര്യം ഒന്നും ആർക്കും വരാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഇനി എവിടെ സർജറി ചെയ്യുകയെന്ന് അറിയില്ല. അത്രയും സർജറി ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ് എനിക്ക് സർജറി ചെയ്യണത്. ഇനി എൻ്റെ മുതുകിലും പിന്നെ ഇടുപ്പിലും ഡിസ്ക് പറിച്ചിട്ടുണ്ട്. മുതുകിൽ ഇതുവരെ വന്നിട്ടുണ്ടായില്ല. അതിപ്പോൾ അവിടെയും വന്നിട്ടുണ്ട്. ഇടുപ്പിലും പ്രശ്നമുണ്ട്. പക്ഷെ ഒരുപാട് സീരിയസ് ആയ കാരണമാണ് ഞാൻ കഴുത്തിൽ സർജറി ചെയ്തത്. ഞാൻ പെയിനാണെങ്കിൽ ഞാൻ എത്രയും സഹിക്കും. അങ്ങനത്തെ ആളാണ്. എത്ര പെയിന് സഹിക്കും. പക്ഷേ എൻ്റെ കാല് രണ്ടും കുഴഞ്ഞു പോയി. എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ കിടപ്പിലാകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ എളുപ്പം സർജറിക്ക് സമ്മതിച്ചാണ്. കാലും കുഴഞ്ഞു. പിന്നെ എനിക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ബാക്കിലേക്ക് വീഴാൻ പോകുന്ന പോലെ, തല അടിച്ച് വീഴാൻ പോകുന്ന പോലെ തല കറങ്ങിയിട്ടേ ഇരിക്കും. എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാനൊന്നും പറ്റാതായി. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി കിടപ്പിലായ മറ്റുള്ളവർക്ക് അതിനേക്കാളും ഒരു ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് മാത്രം ഞാൻ സർജറിക്ക് സമ്മതിച്ചാണ്. വേദനയുണ്ട്. വേദന അസഹ്യമായ വേദനയാണ്. പക്ഷെ അതൊക്കെ എനിക്ക് സഹിച്ചിട്ട് ശീലമായി. ഇപ്പോൾ എനിക്ക് ചെറിയ വേദനകളൊന്നും അറിയാണ്ടായി. അത്രയ്ക്കും വേദന സഹിച്ചിട്ട്. ഇപ്പോൾ പക്ഷേ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് അനുഭവിച്ച വേദന എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. പടച്ചോനെ, ഞാൻ അള്ളാനെ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ അതേപോലെ ഒരു വേദന ഒരാൾക്കും വരാതിരിക്കട്ടെ. എന്നെപ്പോലെ ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. എപ്പോഴും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും എല്ലാം എനിക്ക് എൻ്റെ കൂടെ വേണം. അപ്പോൾ എല്ലാവരോടും ഞാൻ കുറേയായി എല്ലാവരോടും നേരിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടൊന്നും വീഡിയോ ഒക്കെ ഞാൻ ഇപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള അവസ്ഥയിലൊന്നുമല്ല. പക്ഷെ ഞാൻ വീഡിയോ ഒക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും, ബായ്.